ഹലോ ആൾ ഡോട്ട് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ത്രെഡ് ഓപ്പറേഷനാണ്. അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ഓപ്പറേഷൻ. നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്? എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡോട്ട് കോറിൽ ഒരു ത്രെഡ് ഓപ്പറേഷനാണ് ഇപ്പം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ടുള്ള നുഗറ്റ് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് CRUD ഓപ്പറേഷൻ എന്താണ്? നമ്മൾ ഡാറ്റാബേസിലേക്ക് എന്തെങ്കിലും വാല്യൂ ഇൻസേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡാറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതാണ് CRUD ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ഡാറ്റാബേസ് വേണം, സെർവർ വേണം, നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒരു ടേബിൾ വേണം. അതിന് നിങ്ങൾ ആദ്യമേ SQL സെർവർ കമ്മ്യൂണിറ്റി എഡിഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. SQL സെർവറിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതിനകത്ത് SQL സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനടക്കമുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് ഓൾറെഡി എനിക്കൊരു ഡാറ്റാബേസ് സെർവർ ഉണ്ട്. ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഡാറ്റാബേസും ടേബിളും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ കോഡ് ഫസ്റ്റ് അപ്രോച്ചാണ്. എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ കോഡ് ഫസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ ഡാറ്റാബേസസോ ടേബിൾസോ നമ്മൾ ക്രിയേറ്റ് ചെയ്യത്തില്ല. നമുക്ക് ഡാറ്റാബേസ് സെർവർ മാത്രം മതി. ടേബിൾസോ ഡാറ്റാബേസോ ക്രിയേറ്റ് ചെയ്യാതെ ഇതെല്ലാം നമ്മൾ കോഡിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാബേസ് ടേബിൾസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഏത് ടേബിളിലേക്കാണോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ആ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഞാൻ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം കാറ്റഗറിക്ക് കറസ്പോണ്ടൻസ് ആയിട്ട് നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന MVC ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് MVC ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മോഡൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കൺട്രോളേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൺട്രോളർ എന്ന് പറയുന്ന ഫോൾഡറിൽ തന്നെ എഴുതണം. വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വ്യൂസ് എന്ന് പറയുന്ന ഫോൾഡറിൽ എഴുതണം. പക്ഷേ മോഡലിന്റെ കാര്യത്തിൽ മോഡൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ മോഡൽസ് എല്ലാം തന്നെ ഈ മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമുക്ക് എഴുതണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേറെ ഫോൾഡറിൽ വേണമെങ്കിൽ എഴുതാം. നമുക്ക് ഇവിടെ ഒരു ഓൾറെഡി മോഡൽ എന്ന് പറയുന്ന ഫോൾഡർ ഉള്ളത് കൊണ്ട് നമ്മളുടെ മോഡൽ നമുക്ക് ഈ മോഡൽ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് കാറ്റഗറി എന്ന് പറയുന്നൊരു ടേബിൾ വേണം. നമ്മൾ ടേബിൾ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ആ ടേബിളിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് നമ്മളുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഏത് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? കാറ്റഗറി. അപ്പോൾ കാറ്റഗറി എന്ന് പറയുന്ന ടേബിളിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഐറ്റം ക്ലാസ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളുടെ ടേബിളിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. കാറ്റഗറി എന്ന് പറയുന്ന ഒരു ടേബിളാണ് എനിക്ക് വേണ്ടത്. അതിന് കറസ്പോണ്ടന്റ് ആയിട്ട് ഞാൻ കാറ്റഗറി എന്ന് പറയുന്ന ഒരു മോഡൽ ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ടേബിളിനകത്ത് എന്തൊക്കെ കോളംസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീൽഡ്സ് ആണ് വേണ്ടെന്നുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സസ്, പ്രോപ്പർട്ടീസ് ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ നേരത്തെ C# ട്യൂട്ടോറിയൽസിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇത് കാണുക. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കാറ്റഗറി എന്ന് പറയുന്ന ടേബിളിനകത്ത് എനിക്ക് വേണ്ടുന്ന ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ID ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി ഞാൻ ID എന്ന് പറയുന്ന ഫീൽഡ് ആഡ് ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നതിന് PROP എന്ന് എഴുതിയിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ട് വരും. എനിക്ക് ID എന്ന് പറയുന്നത് ഇൻറ്റ് ഫീൽഡ് തന്നെയാണ്. ഓക്കെ, ഇനി എൻ്റർ കൊടുക്കുക. രണ്ടാമത്തെ ഫീൽഡ് എനിക്ക് വേണ്ടത് നെയിം ആണ്. പബ്ലിക് സ്ട്രിംഗ് നെയിം തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇനി ഒരു ഫീൽഡും കൂടെ എനിക്ക് ഈ ടേബിളിനകത്ത് അല്ലെങ്കിൽ ഈ മോഡലിനകത്ത് ആഡ് ചെയ്യണം. ഒരു ഡിസ്പ്ലേ ഓർഡർ. അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് ടോപ്പ് ഇൻറ്റ് ഡിസ്പ്ലേ ഓർഡർ. അപ്പോൾ നമ്മൾ ടേബിളിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, കാറ്റഗറി. അതിനകത്തുള്ള ഫീൽഡ്സിന് കറസ്പോണ്ടൻസ് ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 3 ഫീൽഡ്സ് ആണുള്ളത്: ID, നെയിം, ഡിസ്പ്ലേ ഓർഡർ. ഇനി നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിനകത്ത് ഒരു പ്രൈമറി കീ ഫീൽഡ് ഉണ്ടാവും. നോർമലി ID ആയിരിക്കും നമ്മളുടെ പ്രൈമറി കീ ഫീൽഡ്. അപ്പോൾ നമ്മളുടെ മോഡലിനകത്ത് നമ്മൾ ഈ പ്രൈമറി കീ ഫീൽഡ് നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യും?
അതിനാണ് നമ്മൾ ഡേറ്റ അനോട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഡേറ്റ അനോട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൈമറി കീ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബ്രാക്കറ്റിനകത്ത് കീ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു നെയിം സ്പേസ് ഉണ്ട്, കമ്പോണന്റ് മോഡൽ ഡോട്ട് ഡേറ്റ അനോട്ടേഷൻ. ഇതിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കീ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ടേബിളിനകത്ത് ഒരു പർട്ടിക്കുലർ ഫീൽഡ് പ്രൈമറി കീ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡേറ്റ അനോട്ടേഷൻ കൊടുത്താൽ മതി, കീ എന്ന് പറയുന്ന ഡേറ്റ അനോട്ടേഷൻസ് കൊടുത്താൽ മതി. പക്ഷേ നോർമൽ കേസിൽ നമുക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പം ഈ ഫീൽഡ് ഐ ഡി എന്നോ അല്ലെങ്കിൽ ഈ നമ്മളുടെ ക്ലാസിന്റെ പേര് അത് കഴിഞ്ഞിട്ട് ഐ ഡി, കാറ്റഗറി ഐ ഡി എന്നാണോ കൊടുക്കുന്നതെങ്കിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ബൈ ഡീഫാൾട്ട് ഇത് പ്രൈമറി കീ ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യും. ഇതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലുമാണ് പേര് കൊടുക്കുക, ഇങ്ങനെയാണ് പേര് കൊടുക്കുന്നതെങ്കിൽ ഈ കേസിൽ നമ്മൾ ഇവിടെ ഡേറ്റ അനോട്ടേഷൻ കീ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് നമ്മൾ ടേബിളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴേ ഇത് പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പം എന്തായാലും സെറ്റ് ചെയ്യാൻ പോകുന്നത് ഐ ഡി എന്ന് പറയുന്ന കോളം നെയിമാണ്. അപ്പോൾ ഇത് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ബൈ ഡീഫാൾട്ട് ആയിട്ട് പ്രൈമറി കീ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഡേറ്റ അനോട്ടേഷൻ ഞാനിവിടെ കൊടുക്കുന്നില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും പേരാണ് കൊടുക്കുന്നതെങ്കിൽ കീ എന്ന് പറയുന്ന ഡേറ്റ അനോട്ടേഷനോടെ കൊടുക്കണം. എന്തിന്? ഇത് പ്രൈമറി കീ ആണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട്. ഡേറ്റ അനോട്ടേഷൻസ് നമുക്ക് ഇതിന് മാത്രമല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ബാക്കിയുള്ളത് നമ്മൾ പ്രോജക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഡേറ്റ അനോട്ടേഷൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ എനിക്കിവിടെ ഒരു ഫീൽഡ് ഉണ്ട്, നെയിം. നമ്മളുടെ UI വഴിയിട്ട് നെയിം എൻ്റർ ചെയ്യുമ്പോൾ ഈ ഫീൽഡ് റിക്വയർഡ് ഫീൽഡ് ആണെന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വാലിഡേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യത്തില്ലേ, നമ്മൾ സാധാരണ jQuery ജാവാസ്ക്രിപ്റ്റും വെച്ചിട്ടാണ് വാലിഡേഷൻ സെറ്റ് ചെയ്യുന്നത്. MVCക്കകത്ത് നമുക്ക് ഡേറ്റ അനോട്ടേഷനകത്ത് തന്നെ ബൈ ഡിഫാൾട്ട് നമുക്ക് റിക്വയർഡ് എന്ന് പറയുന്നൊരു ഫീൽഡ് ഉണ്ട്. റിക്വയർഡ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ബൈ ഡിഫാൾട്ട് റിക്വയർഡ് ആയിരിക്കും. നമ്മൾ UI വഴി നമ്മൾ ഈ പർട്ടിക്കുലർ ഫീൽഡിനകത്ത് ഡേറ്റ എൻ്റർ ചെയ്യാതെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിക്വയർഡ് ഫീൽഡ് വാലിഡേഷൻ ട്രിഗർ ആവും. അപ്പോൾ നമ്മൾ രണ്ട് ഡേറ്റ അനോട്ടേഷൻസ് കണ്ടു, ഒന്ന് കീയും റിക്വയർഡും. ഇതുപോലെ തന്നെ കുറേ അധികം ഡേറ്റ അനോട്ടേഷൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടേബിളും അതിനകത്തുള്ള ഫീൽഡ്സും നമ്മൾ ഡേറ്റ അനോട്ടേഷനും സെറ്റ് ചെയ്തു. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ക്ലാസ്സിനെ നമുക്ക് നമ്മളുടെ ഡേറ്റാബേസും ടേബിളുമായിട്ട് മൈഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടത്, ഇനി നമുക്കൊരു സെർവർ ഉണ്ട്, നമ്മളൊരു ഡേറ്റാബേസ് സെർവർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെർവറിലാണ് ഈ ടേബിളിന് ഈ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളും ഡേറ്റാബേസും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനും ആ സെർവറും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ്ങിലാണ്. കണക്ഷൻ സ്ട്രിങ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുന്നത് ആപ്പ് സെറ്റിംഗ് ഫയലിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണക്ഷൻ സ്ട്രിങ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.